Hi all, welcome to CC Plus. ക്ലാസ് 9ലെ നവോദയ എൻട്രൻസ് എക്സാമിന്റെ സിലബസിലുള്ള ഒരു ടോപ്പിക് ആണ് അല്ലെ, സർക്കിൾസിനകത്തൊക്കെ വരുന്ന ഒരു ടോപ്പിക് ആണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? നമുക്ക് ക്വാഡ്രിലാറ്ററൽ എന്താണെന്നറിയാം. എന്താണ്? 4 സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് ഫിഗർ ആണ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് അല്ലെ. 4 വശങ്ങളുള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഈ 4 അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററലിന്റെ 4 വെർട്ടീസുകള് സർക്കിളിൽ തന്നെ, ഒരു സർക്കിളില് 4 വെർട്ടീസസും ലൈ ചെയ്താൽ നമുക്ക് എങ്ങനെ പറയാം? ആ ഒരു ക്വാഡ്രിലാറ്ററലിനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. ക്ലിയർ ആണോ? എന്താണ്? 4 vertices of a quadrilateral lie on a circle. ഒരു സർക്കിളിൽ തന്നെ ആ ഒരു ക്വാഡ്രിലാറ്ററിന്റെ 4 വെർട്ടീസസും സർക്കിളിൽ തന്നെയാണ് ലൈ ചെയ്യുന്നത്. സർക്കിളിലെ പോയിന്റ്സിലാണ് വരുന്നതെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാം ഇത് എ ബി സി ഡി അല്ലെ. എ ബി സി ഡി എന്നുള്ള 4 വെർട്ടീസസും സർക്കിളിൽ തന്നെ അല്ലേ വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. ക്ലിയർ ആണോ? ഇനി അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രോപ്പർട്ടിയാണ് എന്ത്? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് 180 ഡിഗ്രി. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഇപ്പൊ പറഞ്ഞാൽ ആംഗിൾ എ എടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ സി. ആംഗിൾ എയുടെയും ആംഗിൾ സിയുടെയും കൂടെ സം എന്താണ്? 180 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ സം എന്ന് പറഞ്ഞാൽ എന്താണ്? 180 ഡിഗ്രി. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് 180 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ വേറെ 2 ഓപ്പോസിറ്റ് ബി ഡി എടുക്കുവാണെങ്കിൽ ആംഗിൾ ഡിയും ആംഗിൾ ബിയും, ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫിഗർ ആംഗിൾ ഡി ബി സി, ആംഗിൾ ഡി ബി സി ഇത് 80 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ആംഗിൾ ബി എ സി 40 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബി സി ഡി. ആംഗിൾ ബി സി ഡി ഇത് കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, അതായത് ബി സി ഡി. ഈ ബി സി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എന്താ? ഈ ഡി എ ബി അതറിയാമെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പൊ 180 ഡിഗ്രിയിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഇതിന്റെ പക്ഷെ നമുക്ക് പകുതി അറിയാം. ബി എ സി എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രിയാ അല്ലെ. ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. ഇനി ഇതറിയാമോ? ഡി എ സി അത് കണ്ടുപിടിക്കാൻ അത് കണ്ടുപിടിക്കാനായിട്ട് വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ? നമ്മൾ സർക്കിൾസ് പഠിച്ചപ്പം പറഞ്ഞിരുന്നു എന്താ? സെയിം സെഗ്മെന്റ് അല്ലെങ്കിൽ സെയിം ആർക്ക് സി ഡി എന്ന് പറഞ്ഞ ആർക്ക് ഫോം ചെയ്തേക്കുന്ന ആംഗിൾ ആണ് ഡി എ സി. അതേ ആർക്ക് തന്നെ ഫോം ചെയ്തേക്കുന്ന ആംഗിൾ ആണ് നോക്കിയേ ഡി ബി സി അല്ലേ. അപ്പൊ ഈ 2 ആംഗിൾസ് എന്താണ്? സെയിം ആണ് അല്ലെ. ആംഗിൾസ് സബ്റ്റൻഡഡ് ബൈ ദ സെയിം സെഗ്മെന്റ് എന്താണ്? സെയിം ആണ്. അപ്പൊ എന്താ? ഇതും 80 ഡിഗ്രിയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡി എ സി എന്നുള്ളത് 80 ഡിഗ്രി കിട്ടി. ആംഗിൾ ഡി എ സി എന്നുള്ളത് എന്ത് കിട്ടി? 80 ഡിഗ്രി കിട്ടി. കാരണം ഇതിനോട് ഈക്വൽ ആണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത് എന്താണ്? ഈ 2 ആംഗിളും കൂടെ ആഡ് ചെയ്താൽ പോരായോ? ആംഗിൾ ഡി എ സി പ്ലസ് ആംഗിൾ സി എ ബി അല്ലെ. ദാറ്റ് ഈസ് 80 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി, ദാറ്റ് ഈസ് 120 ഡിഗ്രി ആണല്ലോ. അപ്പൊ ഈ ആംഗിൾ കിട്ടി 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിച്ചുകൂടായോ? എന്ത് ചെയ്താൽ മതി? അത് ഒരു സൈക്കിൾ, ഇതൊരു സൈക്കിൾ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പൊ ആംഗിൾ ഡി എ ബി കിട്ടിയെങ്കിൽ ആംഗിൾ ഡി എ ബി പ്ലസ് ആംഗിൾ ഡി സി ബി അല്ലെ, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് നമുക്ക് പറയാം ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് ഇത് 120 ഡിഗ്രി അല്ലെ. പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 കണ്ടുപിടിക്കാം. ആംഗിൾ സി വിൽ ബി ഈക്വൽ ടു 180 മൈനസ് 120 ഡിഗ്രി. നമുക്ക് എന്ത് വന്നു? 60 ഡിഗ്രി എന്ന് വന്നു അല്ലെ. ചോദ്യം അതായിരുന്നോ? ചോദ്യം ഏതാണ് ചോദിക്കുന്നത്? ഫൈൻഡ് ആംഗിൾ ബി സി ഡി. ബി സി ഡി. ഓക്കെ, ആംഗിൾ ബി സി ഡി ആണ് ചോദിക്കുന്നത് 60 ഡിഗ്രി. സോ ഓപ്ഷൻ ബി 60 ഡിഗ്രി.
ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a cyclic quadrilateral ABCD, if angle B minus angle D is 60 degree, then find the measure of the smaller of the two. ഈ ബിയിലും ഡിയിലും ചെറുത് ഏതാണ് അതിന്റെ മെഷർ പറയാൻ അല്ലെ. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ABCD, അതിലെ ഡി ആംഗിൾ ബി മൈനസ് ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ബിയും ഡിയും എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സോ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി അല്ലെ, ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പൊ രണ്ട് ബിയിലും സിയിലുള്ള രണ്ട് ഇക്വേഷൻ കിട്ടില്ല. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബിയും കിട്ടും സിയും കിട്ടും. പിന്നെ അതിൽ ഏതാണോ ചെറുത് ആ മെഷർമെന്റ് പറയുക. ക്ലിയർ അല്ലേ? എങ്ങനെ സോൾവ് ചെയ്യാം? ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ ആണല്ലോ. ഈ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്താൽ പോരായോ? ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ്, അതായത് എന്തിനാ ചെയ്യുന്നത് അങ്ങനെ? നമ്മൾ ഏതെങ്കിലും ഒരു ടേമിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക അല്ലെ, അപ്പൊ മറ്റേ ടേമിന്റെ ആൻസർ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അതിട്ട് കൊടുത്താൽ അടുത്ത ടേമും കിട്ടും. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ഇവിടെ രണ്ട് മൈനസ് ഉണ്ടല്ലേ, അപ്പൊ ഇത് ആഡ് ചെയ്താൽ ഇതങ്ങ് പോകും, 0 ആയി പോകും. ഡി അല്ലെ, ആംഗിൾ ഡി 0 ആയി പോകും, ആംഗിൾ ബി മാത്രം. അപ്പൊ ഈ ഓരോ സൈഡായിട്ട് ആഡ് ചെയ്ത് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 2 ആംഗിൾ ബി പ്ലസ് ഇവിടെ 0 ആയില്ലേ, 0 ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 180 പ്ലസ് 60 240 അല്ലെ. ദാറ്റ് ഈസ് 2 ആംഗിൾ ബി ഈക്വൽ ടു 240 ഡിഗ്രി എന്ന് വന്നു. ദാറ്റ് ഈസ് ആംഗിൾ ബി ഈക്വൽ ടു 240 ബൈ 2 120 ഡിഗ്രി. ആംഗിൾ ബിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 120 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സിയുടെ വാല്യൂ എന്താണ്? ആംഗിൾ ഡി അല്ലെ. ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് 60 ഡിഗ്രി, അതായത് 60 ഡിഗ്രി. അപ്പൊ നമുക്ക് വേണ്ട എന്താണ്? മെഷർമെന്റ് ഓഫ് ദ സ്മോളർ ഓഫ് ദി, ഈ രണ്ടെണ്ണത്തിൽ ചെറുത്, അതായത് ആംഗിൾ ഡി അല്ലെ, ദാറ്റ് ഈസ് 60 ഡിഗ്രി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് O is the center of the circle, then X. ദാണ്ടെ ഈ X അല്ലെ, ഇത് നമുക്കറിയാം, ഇത് ഈ പടം കാണുമ്പോൾ അറിയാം അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലെ. അപ്പൊ ഈ X ആണ് ചോദിക്കുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ആൻസർ എത്താം. അതേപോലെ തന്നെ വേറെ നമ്മൾ സർക്കിൾസിന്റെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ചെയ്താൽ അത് രീതിയും ചെയ്യാം. രണ്ട് രീതിയും പറയാം, ശ്രദ്ധിക്കാം. അപ്പൊ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഒരു സൈഡ് ആണെങ്കിൽ നമുക്ക് ഈ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ആ രീതി ചെയ്യണമെങ്കിൽ നോക്കിയേ, ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്തേ. എന്താണ് ട്രയാങ്കിൾ ട്രയാങ്കിൾ ഡി എ സി അല്ലെ, DAC. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ആംഗിൾ എത്ര? 32 ഡിഗ്രി. ഇത് എത്ര? നമുക്കറിയത്തില്ല, ലെറ്റ് ഇറ്റ് ബി. നമുക്ക് y എന്ന് കൊടുക്കാം. ഇത് ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണമല്ലോ, അത് y എന്ന് കൊടുക്കാം. ഇത് 50 എങ്കിൽ നമുക്കറിയാം ഈ മൂന്ന് ആംഗിൾസും കൂടെ സം ചെയ്യുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതായത് 32 പ്ലസ് 50 പ്ലസ് y അല്ലെ, ഞാൻ ഇതിനെ y എന്ന് വിളിച്ചു. y ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് y വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 32 പ്ലസ് 50 എന്ത് വരും? 82 അല്ലെ, മൈനസ് 82. ഇപ്പൊ എന്താ വരുന്നത്? 180 മൈനസ് 82, 8 7 17 98 അല്ലെ, 98 ഡിഗ്രി എന്ന് കിട്ടും ഈ y എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാ? ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി അല്ലെ. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് 98 പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ ബി ഈക്വൽ ടു എന്ത് വരും? 180 ഡിഗ്രി മൈനസ് 98, 10 to 82 ഡിഗ്രി എന്ന് കിട്ടും. ഈ എക്സ് അല്ലെ, ഈ ആംഗിൾ ഡി ബി സി എന്ന് പറഞ്ഞ എന്ത് വന്നു? 82 ഡിഗ്രി. ക്ലിയർ ആണോ? അപ്പൊ ഇത് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ചെയ്തു. ഇനിയും ഒന്ന് നോക്കിയേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സെയിം സെഗ്മെന്റ് ഫോം ചെയ്യുന്ന സെയിം ആർക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് സെയിം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒന്ന് നോക്കിയേ, നമുക്ക് വേണ്ടത് ഈ എക്സ് ആണ് അല്ലെ. നോക്കിയേ, ഈ എ സി എന്ന് പറഞ്ഞ ആർക്ക് ഫോം ചെയ്തേക്കുന്ന ആംഗിൾ അല്ലേ എ ഡി സി. അതേ എ സി എന്ന് പറഞ്ഞ ആംഗിൾ ഫോം ചെയ്തേക്കുന്ന ആംഗിൾ ആണ് എ ബി സിയും ആണോ?
മനസ്സിലായോ? ഈ ഒരു സെഗ്മെന്റ് അല്ലെ, ഈ ഒരു സെഗ്മെന്റ് ഫോം ചെയ്തേക്കുന്ന ആംഗിൾ ആണ് ADC. അത് തന്നെയാണ് ABC അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് 32 ഡിഗ്രി ആണെങ്കിൽ ഇതും 32 ഡിഗ്രി ആയിരിക്കും ആണേ. ദെൻ അടുത്ത എന്താ ഒന്ന് നോക്കിയേ, ഇത് 30 ഇത്രയും ഈ ഒരു ആംഗിൾ 32 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് നോക്കിയോണേ, ദാണ്ടേ ഈ DB എന്ന് പറഞ്ഞ ആർക്ക് ഫോം ചെയ്തേക്കുന്ന ആംഗിൾ ആണ് ദാണ്ട് DAB. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അതായത് ദാണ്ടിത് ഈ AD എന്ന് പറഞ്ഞ ആർക്ക് ഫോം ചെയ്തേക്കുന്ന ആംഗിൾ ആണ് എന്ത് ABD എന്ന് പറഞ്ഞത്. അതേ ആർക്ക് തന്നെ ഫോം ചെയ്തേക്കുന്ന ആംഗിൾ ആണ് ദാണ്ട് ACD എന്ന് പറഞ്ഞത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്താണ് 50 ഡിഗ്രി ആണ്. മനസ്സിലായോ? അപ്പൊ ഇത് 50 ഡിഗ്രി ആണ്, ഇത് 32 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? ടോട്ടൽ എന്ത് വരും? 50 + 32 82 ഡിഗ്രി. ഇതല്ലേ എളുപ്പം. ഈ ഒരു രീതി ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ പിന്നെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പഠിപ്പിക്കുന്നത് കൊണ്ട് ആ ഒരു രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് മനസ്സിലാക്കിയിരിക്കുക, അത് നമുക്ക് ആവശ്യമുള്ളിടം വരും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാം. എന്താണിത്? സെയിം സെഗ്മെന്റ് ഫോം ചെയ്തേക്കുന്ന ആംഗിൾ അല്ലെ, സെയിം സെഗ്മെന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ രണ്ടും ഈക്വൽ ആണ്. അതിന്റെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ സർക്കിൾസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ എടുത്തു അല്ലെ. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കാണുക. അപ്പൊ എന്താ, ഈ രണ്ടെണ്ണം തമ്മിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആംഗിൾ DBC കിട്ടും, അതായത് 82 ഡിഗ്രി. നമ്മുടെ നേരത്തെ നമുക്ക് വന്ന ആൻസർ തന്നെ അല്ലായിരുന്നോ? 82 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് X ആൻഡ് Y ഇൻ ദ ഫിഗർ ആർ ദ മെഷേഴ്സ് ഓഫ് ആംഗിൾസ് ദെൻ X + Y. കണ്ടോ, എന്താണ് 4 പോയിന്റ്സ് സർക്കിൾസിൽ വന്നിട്ടുണ്ട് അല്ലെ, 4 വെർട്ടീസസ്. ഒരു ക്വാഡ്രിലാറ്ററിന്റെ 4 വെർട്ടീസസും സർക്കിൾസ് ആയതുകൊണ്ട് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അവിടെ നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടി ഏതാണ്? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അപ്പൊ ആംഗിൾ A പ്ലസ് ആംഗിൾ C എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ആംഗിൾ B പ്ലസ് ആംഗിൾ D എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അങ്ങനെ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് എക്സിൽ ഒരു ഇക്വേഷൻ കിട്ടത്തില്ലേ? 2 ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്യാം അല്ലെ. ഓക്കെ, ആംഗിൾ A എന്ന് പറഞ്ഞാൽ 2x + 4 അല്ലെ, 2x + 4 പ്ലസ് ഇതെന്താ 4y - 4 ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x 4y, 2x ഈ 4 ക്യാൻസൽ ആയി പോവല്ലോ. സോ 2x + 4y ഈക്വൽ ടു 180 ഡിഗ്രി. ഒന്ന് ഇങ്ങനെ തന്നെ നിർത്താം. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 കോമൺ എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ഇനി അടുത്തത് എന്താ? ആംഗിൾ B പ്ലസ് ആംഗിൾ D, അതായത് നമുക്ക് എന്ത് പറയാം? x + 10 പ്ലസ് 5y + y ഈക്വൽ ടു എന്താണ്? 180 ഡിഗ്രി. അതായത് x + 5y + 10 + 5 15 അല്ലെ, 15 ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, 180 ഡിഗ്രി 15 അപ്പുറത്ത് മൈനസ് ആവുമല്ലോ. 5 165. ദാറ്റ് ഈസ് x + 5y ഈക്വൽ ടു 165. ക്ലിയർ അല്ലേ? അങ്ങനെ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഓക്കെ, അതിനെ സോൾവ് ചെയ്താൽ പോരായോ? നോക്കിയേ, ഇനി നമുക്ക് ഇവിടെ നോക്കി ഒന്ന് നിങ്ങൾക്ക് ചെറുതാക്കാവുന്നേ ഉള്ളൂ. എന്താണ്? 2 കോമൺ എടുക്കാം അല്ലെ. 2 കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? 2 ഇവിടുന്ന് കോമൺ എടുത്താൽ x + 2y. ഇനി ഈ 180 എഴുതുന്നത് എന്ത് ചെയ്യണം? ഈ 2 ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? x + 2y വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. നമുക്ക് ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? x + 5y ഈക്വൽ ടു 165. ഈ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ വരത്തില്ലേ? സോൾവ് ചെയ്തേ. എന്ത് ചെയ്യണം? ഇവിടെ 2x ഉണ്ട് അല്ലെ, അതിനെ നമ്മൾ നേരത്തെ ചെയ്തതിന്റെ കൂട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടത്? എക്സും എക്സും പ്ലസ്സിൽ കിടക്കും അല്ലെ, രണ്ടും പോസിറ്റീവ്. അതുകൊണ്ട് വേണം ഈ 2 ഇക്വേഷനെ മൈനസ് ചെയ്യുക അല്ലെ. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്ത് നോക്കി. x - x 0 ആയി. 5y - 2y എന്ത് വന്നു? 3y വന്നു അല്ലെ. 3y ഈക്വൽ ടു 165 - 90. 165 - 90 5 75 അല്ലെ. 3y ഈക്വൽ ടു 75. സോ y ഈക്വൽ ടു എന്ത് വരും? 75/3 25. വൈയുടെ വാല്യൂ നമുക്ക് 25 എന്ന് കിട്ടി. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ പോരായോ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടാൻ? നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ ഇടാം. എക്സിന്റെ വൈയുടെ വാല്യൂ എന്താണ്? 25 അല്ലെ. ദാറ്റ് ഈസ് x + 2 × 25 50. 50 ഈക്വൽ ടു എന്ത് വന്ന്? 90 അല്ലെ.
that is x will be equal to 90 minus 50 40. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ 40 എന്നും കിട്ടി, വൈയുടെ വാല്യൂ 25 എന്നും കിട്ടി. ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. സോ എക്സ് പ്ലസ് വൈ വിൽ ബി ഈക്വൽ ടു 65. ക്ലിയർ അല്ലേ? ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ ഡി 65. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the given figure, ABCD is a cyclic quadrilateral. AE is drawn parallel to CD. AE is drawn parallel to CD. ഇത് രണ്ടും parallel lines ആണ്. BA is produced. BA is produced if angle ABC is 92 degree and angle FAE is 20 degree. Then find angle BCD. ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെ ചെയ്യാം? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ എന്താ AE, ഇതണ്ട ഈ ലൈൻ ഉണ്ടല്ലോ, ഈ AE എന്നുള്ള ലൈനും ഈ CD ഈ ലൈനും എന്താണ്? പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ BA എന്ന് പറഞ്ഞ ലൈൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 20 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. എങ്കിൽ ഫൈൻഡ് ആംഗിൾ BCD. ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് തന്നെ ഈ ആംഗിൾ B പ്ലസ് ഈ ആംഗിൾ D എന്ന് പറഞ്ഞാൽ എന്താണ്? 180 ഡിഗ്രി ആണ് അല്ലെ? ആംഗിൾ B പ്ലസ് ആംഗിൾ D എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അതിൽ നിന്ന് നമുക്ക് ആംഗിൾ D കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? 180 ഡിഗ്രി മൈനസ് 92 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഇപ്പൊ എന്ത് കിട്ടും? 88 ഡിഗ്രി എന്ന് കിട്ടി. ഏത്? ഇത്. ഇനി എന്ത് കണ്ടുപിടിക്കാം? നോക്കിയേ, ഈ ലൈൻ എന്താണ്? ഈ ലൈൻ പാരലൽ ആണ്. പാരലൽ ലൈനെ കട്ട് ചെയ്തേക്കുന്ന ഒരു ലൈൻ അല്ലെ? ഇവിടെ എന്താ? ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ അല്ലേ? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ. നിങ്ങൾ ലൈൻസ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്തിട്ട് ഒരു ലൈൻ വന്നാൽ എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽസ് അല്ലെ? ലൈൻസ് ആൻഡ് ആംഗിൾസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 88 ആണെങ്കിൽ ഇതെന്താണ്? 88 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പം ഇത് 88 ആണെന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ഇതും എന്താണ്? 88 ആണ്. എങ്കിൽ ഈ മൊത്തം ആംഗിൾ എന്ത് കിട്ടും? ഈ മൊത്തം ആംഗിളിന് എന്താ പറയുന്നത്? എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയും അല്ലെ? പുറത്തുള്ളതാണ്. ഈ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പുറത്തുള്ള ആംഗിൾ ആണ് FAD. FAD എന്ത് കിട്ടി? 88 പ്ലസ് 20 എന്ന് വരും അല്ലെ? ആംഗിൾ FAD എന്ന് പറഞ്ഞാൽ എന്താവുന്നത്? ആംഗിൾ എന്ത് വരും? 88 പ്ലസ് 20 ഡിഗ്രി, ദാറ്റ് ഈസ് 108 ഡിഗ്രി എന്ന് കിട്ടി ആണല്ലോ ഈ ആംഗിൾ അല്ലെ? ഈ ആംഗിൾ നമുക്ക് 108 ഡിഗ്രി എന്ന് കിട്ടി. ഈ ആംഗിൾ എന്താ? സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് അല്ലെ? ഇപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ. എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ ഇന്റീരിയർ ഉള്ള ഓപ്പോസിറ്റ് ആംഗിൾ, ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിളിന് ഈക്വൽ ആണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ. ഇതിന്റെ ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇന്റീരിയർ വരുന്ന ആംഗിൾ ആണ് ആംഗിൾ BCD. അതിനോട് എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഇത് നമുക്ക് കിട്ടി. ഇത് നമ്മൾ എന്താ ചെയ്തു? ഇതിന്റെ ആദ്യം നമുക്ക് ആംഗിൾ D കിട്ടി. അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണ്. സോ അത് നമുക്ക് 88 ഡിഗ്രി എന്ന് കിട്ടി. ഇത് 88 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് പാരലൈൻസ് ഇവിടെ പറയുന്നുണ്ട്, AE ഈസ് പാരലൽ ടു CD. ഈ രണ്ട് പാരലൈൻസിനെ എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് വെച്ചിട്ട് ഇത് 88 ആയതുകൊണ്ട് ഇതും 88 എന്ന് പറഞ്ഞു. ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് പറയാം 88 പ്ലസ് 20 ഡിഗ്രി ആയി 108 ഡിഗ്രി ആണ് അല്ലെ? ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. സോ എക്സ്റ്റീരിയർ ആംഗിൾ എന്തിന് ഈക്വൽ ആണ്? ഈക്വൽ ടു ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിളിന് ഈക്വൽ ആണ്. അപ്പൊ ഇത് 108 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്ത് വരും? 108 ഡിഗ്രി വരും. ക്ലിയർ അല്ലേ? സോ ആംഗിൾ BCD എന്ന് പറയുന്നത് എന്ത് കിട്ടി? 108 ഡിഗ്രി. ഓപ്ഷൻ സി. ക്ലിയർ ആണോ? അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കണം. എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നമ്മൾ പഠിച്ചത് എന്താണ്? 4 വെർട്ടീസുകളും എന്താണ്? സർക്കിളിൽ തന്നെ ഇരിക്കണം അല്ലെ? അതേപോലെ തന്നെ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അതേപോലെ പഠിച്ചിരിക്കുക എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ.
ക്ലിയർ ആണോ? അപ്പം നമ്മുടെ CC+ നവോദയ എൻട്രൻസ് വേണ്ടിയിട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2025 നമ്മുടെ എക്സാം അല്ലേ? അപ്പൊ അതിനത്തേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 5ലേക്കും ക്ലാസ് 8ലേക്കും ഉള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന് എന്താ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വേർഷൻസും അവൈലബിൾ ആണ്. അതേപോലെ ഫുൾ സിലബസ് കവർ ചെയ്യുന്നുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അനാലിസിസ്, അതേപോലെ നിങ്ങൾക്ക് മെന്റേഴ്സിന്റെ അടുത്ത് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. അപ്പം എല്ലാ ഫെസിലിറ്റീസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് മുന്നേ സിലബസ് എല്ലാം പഠിച്ച് അതേപോലെ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് ശീലിച്ചാലേ നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.